നമസ്കാരം. ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സന്യാസം ഇരട്ടിമധുരം എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 2 ആഗോള കത്തോലിക്ക സഭ സന്യസ്ത ദിനമായി ആചരിക്കുകയാണ്. ആദ്യം തന്നെ എല്ലാ സന്യസ്തർക്കും ഈ ദിവസത്തിന്റെ മംഗളങ്ങൾ നേരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം 15 വാക്യം: നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതെ, ഈശോയാൽ തെരഞ്ഞെടുക്കപ്പെട്ട് അവനോടുള്ള സ്നേഹത്തെ പ്രതി തങ്ങളുടെ ജീവിതം മാറ്റിവെച്ചവരാണ് ഓരോ സന്യസ്തരും. ഇന്ന് ഈ ഒരു സന്യസ്ത ദിനത്തിൽ നമ്മളിവിടെ ഒരു പ്രോഗ്രാം നിൽക്കുമ്പോൾ വളരെ പ്രത്യേകത നിറഞ്ഞ കുറച്ച് സിസ്റ്റേഴ്സാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അവരുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവരെല്ലാവരും ഇരട്ടകളാണ്. നമ്മൾ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ ആദ്യം പറഞ്ഞതുപോലെ സന്യാസം ഇരട്ടിമധുരം എന്ന് പറയുന്ന പോലെ തന്നെ ഇവരെല്ലാവരും ഇരട്ടകളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രേക്ഷകരായ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് ഈ ഒരു പ്രോഗ്രാം തീരുന്നത് വരെ കേൾക്കണം, കാണണം എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഇവരൊക്കെ മാറിപ്പോവാം. ഞങ്ങൾ തന്നെ വന്ന് കുറച്ച് നേരം പിടിച്ചു ഇവരെയൊക്കെ ഒന്ന് കറക്റ്റാക്കാൻ. ഇപ്പോഴായാലും ആ ഒരു കസേരയുടെ ഒക്കെ അളവിലാണ് ഓരോരുത്തരുടെ പേര് ഞങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സന്യസ്തരുടെ ഈ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു സ്പെഷ്യൽ സിസ്റ്റേഴ്സിനെ, ഇരട്ടകളായ സിസ്റ്റേഴ്സിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സിസ്റ്റർ, സ്വാഗതം. ഇവരുടെ പേരൊക്കെ ചോദിച്ചവരൊന്ന് പരിചയപ്പെടാം. തീർച്ചയായിട്ടും. അത് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം പ്രേക്ഷകർ ഓർക്കണം. പേരുകൾ നോക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഇവർ ഇരട്ടകളാണ്. അതുകൊണ്ട് തന്നെ പേരുകളും ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. എന്നാലും നമുക്കൊന്ന് പേര് പറയാം. സിസ്റ്റർ, ഇവിടെ നിന്ന് തുടങ്ങി. ഞാൻ സിസ്റ്റർ റീന മരിയ. എൻ്റെ പേര് സിസ്റ്റർ ടീന മരിയ. ഞങ്ങൾ കോതമംഗലത്തു നിന്നാണ് വരുന്നത്. തിരുഗതിയ സന്യാസി സമൂഹത്തിലെ സിസ്റ്റേഴ്സാണ് ഞങ്ങൾ. സിസ്റ്റേഴ്സാണ് കോതമംഗലം പ്രൊവിൻഷ്യൽ ഹൗസ് പ്രൊവിൻഷ്യൽ അല്ലേ. സിസ്റ്റർ റീന, സിസ്റ്റർ ടീന. ഓക്കെ, അടുത്ത്. എൻ്റെ പേര് സിസ്റ്റർ ഡാൽവിയ. ഞാൻ ഇടുക്കി പ്രൊവിൻസിലെ അംഗമാണ്. എൻ്റെ പേര് സിസ്റ്റർ ഡെൽവിയ. ഞങ്ങൾ CMC കോൺഗ്രിഗേഷനിലെ അംഗങ്ങളാണ്. കർമ്മലീത്ത സന്യാസിനി സമൂഹം. നിങ്ങൾ രണ്ടുപേരും ഓരോ കോൺവെന്റിലാണോ? ഇപ്പം ഞാനിപ്പം B.Ed ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആള് കോൺവെന്റിലാണ്. ആള് മംഗലാപുരത്ത് നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം നേഴ്സിംഗ് പഠനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു ഇങ്ങ് വന്നതേ ഉള്ളൂ. സെയിം കോൺഗ്രിഗേഷൻ ആണ്, രണ്ട് കോൺവെന്റുകളിലായിട്ടാണ്. ഓക്കെ, സിസ്റ്റർ. എൻ്റെ പേര് സിസ്റ്റർ ഷൈനി ഗ്രേസ്. SD കോൺഗ്രിഗേഷനാണ്. ഞാനിപ്പം വണ്ണപ്പുറത്ത് വർക്ക് ചെയ്യുന്നു. വണ്ണപ്പുറം SD കോൺവെന്റിലാണ്. ബെത്ലഹേം സ്കൂൾ ഓഫ് ഗ്രേസിലാണ് വർക്ക് ചെയ്യുന്നത്. അതെ. സിസ്റ്റർ ജൂലി ഗ്രേസ്. ഞാൻ കോഴിക്കോട് സ്കൂളിൽ പഠിപ്പിക്കുന്നു. ദേവഗിരി കമ്മ്യൂണിറ്റിയാണ്. കോഴിക്കോടാണ്. അതെ, നിങ്ങളുടെ മാത്രം ഇങ്ങനെ പേര് മാറ്റിയിട്ട് ഇരട്ടകളാണെങ്കിലും? പപ്പ പേരിട്ടെന്നാണ് ചേച്ചിമാരൊക്കെ പറഞ്ഞേക്കുന്നത്. പപ്പയുടെ ഇഷ്ടത്തിന് ഇട്ടതാണ്. അല്ല, ഇരട്ടകളും ആയിക്കോട്ടെ, പക്ഷെ പേരുണ്ടായിക്കോട്ടെ എന്നല്ലേ, അവർക്ക് മാറാതിരിക്കാൻ വേണ്ടി. അങ്ങനെ വല്ലതാണോ? അല്ല, എന്താണെന്ന് അറിഞ്ഞൂടാ. ഓക്കെ. എൻ്റെ പേര് സിസ്റ്റർ സിന്ധ്യ CSST. ഞാൻ എറണാകുളം അനുഗ്രഹ കോൺവെൻറ്റ് സെൻറ്റ് ട്രീസസ് കോളേജിൻ്റെ സയൻസ് ബ്ലോക്കിലാണ് താമസിക്കുന്നത്. ഞാൻ സെൻറ്റ് ട്രീസസ് കോളേജിലെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ സിസ്റ്റർ വിന്ധ്യ CSST. ഞാൻ പുതുവൈപ്പ് അനാവിൻ കോൺവെൻറ്റിലാണ് താമസിക്കുന്നത്. വർക്ക് ചെയ്യുന്നത് സെൻറ്റ് ട്രീസസ് ഹൈസ്കൂൾ ഓഫീസിലാണ്. ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ പേരെന്ന് വെച്ചാൽ കാർമലൈറ്റ് സിസ്റ്റേഴ്സ് ഓഫ് സെയിൻറ്റ് ട്രീസ CSST സമൂഹം എന്നറിയപ്പെടുന്നു. പ്രേക്ഷകരോട് എനിക്ക് തോന്നുന്നു ഇവരുടെ പേരുകൾ നിങ്ങളിപ്പോൾ കേട്ടു, എങ്കിലും നിങ്ങൾക്കും മനസ്സിലായിട്ടില്ല. ഞങ്ങൾക്കും കുറച്ച് പിടുത്തം തന്നെ വരാനുണ്ട്. എന്നാൽ നമുക്ക് ഈ ഒരു എപ്പിസോഡ് പോകുന്നതോടുകൂടി കൃത്യമായിട്ട് എല്ലാവരെയും മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഒരുപാട് സന്തോഷം ഞങ്ങൾക്കും പ്രേക്ഷകർക്കും. കാരണം ഇങ്ങനെ നിങ്ങളെ കാണാനായിട്ട് സാധിച്ചത്, അതുപോലെ ഇരട്ടകളായിട്ട് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട് ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ ചാനലിൽ ഇത്രത്തോളം ഇരട്ടകൾ, വ്യത്യസ്തമായ കോൺഗ്രസ് ഇരട്ടകൾ എല്ലാവരും ഒരുമിച്ച് ഒരു പ്രോഗ്രാമിൽ വരുന്നത്
ആദ്യമായിട്ടാണ്, അതും ഈ ഒരു എന്താ പറയുക സന്യസ്തരുടെ ദിനത്തിൽ, ഒരു സ്പെഷ്യൽ ദിനത്തിൽ ഇങ്ങനെ നിങ്ങളെ ഞങ്ങൾക്ക് ഒരുമിച്ച് കിട്ടിയത് ഞങ്ങൾക്ക് വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നു ഏഞ്ചൽ, നമുക്ക് ഇവരെ എങ്ങനെയാണ്, ഇവർ ഇരട്ടകളാണ്, അതുകൊണ്ട് തന്നെ ഏകദേശം സ്വഭാവങ്ങളൊക്കെ ഒരേപോലെ തന്നെയാണ്, അതിപ്പോൾ എല്ലാ തരത്തിലും അല്ലേ. എങ്കിലും ഇരട്ടകൾ ഒരുപാട് പേരുണ്ട്, പക്ഷേ എല്ലാവരും ഇപ്പോൾ സിസ്റ്റേഴ്സ് ആവണം അല്ലെങ്കിൽ അങ്ങനെ അച്ഛന്മാരാവണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇവർ ഇരട്ടകളാണ്, പക്ഷേ ഇവർ രണ്ടുപേരും ഒരുമിച്ച് വന്നു, അതും ഒരേ കോൺഗ്രിഗേഷനിലേക്ക് തന്നെ വന്നു. ഇതൊക്കെ എങ്ങനെ എത്തിയെന്ന് നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്, ഞങ്ങൾക്കുണ്ട്, പ്രേക്ഷകർക്കും അതിലേറെയുണ്ട്. എന്തായാലും നിങ്ങൾ അതൊന്ന് ഷെയർ ചെയ്യോ, അതായത് എങ്ങനെ നിങ്ങൾ ഈ ഒരു സന്യാസ സമൂഹത്തിലേക്ക് വന്നു, എങ്ങനെ സന്യാസം എടുക്കാൻ തീരുമാനിച്ചു, എന്തുകൊണ്ട്? ചെറുപ്പത്തിലായിരിക്കുമല്ലോ, ആദ്യം ആർക്കാ വന്നേ, ഒരാൾ തീരുമാനിച്ചപ്പോൾ നീ കൂടി പാടി എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവന്നതാണോ, അത് രണ്ടുപേരും ഒരുമിച്ച് ഞങ്ങൾക്ക് സന്യാസം എടുക്കാൻ ആഗ്രഹമുണ്ട് അങ്ങനെ വന്നതാണോ എന്നൊക്കെ ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. എന്നാലും ജസ്റ്റ് അതൊന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം. ഇങ്ങനെ ഇതിനകത്ത് ഏറ്റവും ജൂനിയർ ആയിട്ടുള്ളത് സിസ്റ്റർ ഡെൽവിയ. അതിനകത്ത് ആരാന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ചു, ഡെൽവിയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആദ്യമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും ചെറുപ്പം തൊട്ട് ഏതാണ്ട് ഒരുപോലെയായിരുന്നു. ഇപ്പോൾ എക്സാമിന് മാർക്ക് കിട്ടുന്നതാണെങ്കിൽ പോലും രണ്ടുപേർക്കും ഏകദേശം ഒരേ മാർക്കായിരിക്കും വരുന്നത്. തെറ്റുന്നതും സെയിം ആൻസറുകളൊക്കെ ആയിരിക്കും. അങ്ങനെ എല്ലാത്തിനും ഒരു സെയിം. അസുഖം വന്നാലും ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്തയാൾക്കും അത് ഉണ്ടാകും. അങ്ങനെ എല്ലാറ്റിലും എപ്പോഴും ഒരു സെയിം ഇതിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. വൊക്കേഷൻ്റെ മാർക്കൊക്കെ സെയിം തന്നെയായിരുന്നു. മാർക്ക് ഏകദേശം എല്ലാവർക്കും സെയിം ആയിരുന്നു, സെയിം ആയിട്ട് തന്നെയായിരുന്നു. പഠിക്കുന്നു നിങ്ങൾ ഒരുമിച്ചൊക്കെയായിരുന്നു? ഒന്നിച്ചിരുന്നായിരുന്നു ഞങ്ങൾ പഠിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. കുഞ്ഞിലെ തൊട്ട് സിസ്റ്റർ ആകണം എന്ന് തന്നെയായിരുന്നു രണ്ടുപേരുടെ ആഗ്രഹം. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പുറത്ത് ഞങ്ങൾ പറയുന്നത് 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴാണ് പരസ്പരം പറയുന്നത്. അതുവരെ ഉള്ളിൻ്റെ ഉള്ളിൽ രണ്ടുപേരും അത് സൂക്ഷിച്ചു, സിസ്റ്റർ ആകണം എന്നുള്ള ഒരാഗ്രഹം. എന്താണ് നിങ്ങൾക്ക് അങ്ങനെ സിസ്റ്റർ ആവണം തോന്നിയത്? ഞങ്ങളുടെ സ്ഥലം ബഥേലാണ്. ബഥേലിൽ ഞങ്ങളിപ്പം അടുത്ത് ചേർന്ന് നമ്മുടെ CMCL സിസ്റ്റേഴ്സായിരുന്നു അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെയുള്ള സിസ്റ്റർമാരൊക്കെ ഞങ്ങളെ കാണുമ്പോൾ ഇരട്ടകളല്ലേ, നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ പോന്നോ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഒത്തിരി ഇൻസ്പിറേഷനായിരുന്നു. പിന്നെ കുഞ്ഞിലേ തൊട്ട് എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ചത് ഒരു 5ാം ക്ലാസ്സിലൊക്കെ സമയത്ത് ഒരു അൽഫോൺസാമയുടെ വീഡിയോ കണ്ടതാണ്. അൽഫോൺസാമയുടെ ഫുൾ ആ ജീവചരിത്രത്തിൻ്റെ വീഡിയോ. അൽഫോൺസാമയും മദർ തെരേസയുമാണ് എൻ്റെ ജീവിതത്തിൽ വിശുദ്ധിയിലേക്ക് വരാനായിട്ട് സ്വാധീനിച്ച 2 വിശുദ്ധ വ്യക്തിത്വങ്ങൾ. പിന്നെ കുഞ്ഞിലെ ഒരുപാട് പേര് ഇങ്ങനെ കാണുമ്പം, അച്ഛന്മാരാണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും കാണുമ്പം പോരെ രണ്ടുപേരും കൂടെ അടുത്ത് പോരെന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്കൊരു ഇൻസ്പിറേഷനായിരുന്നു. കുഞ്ഞു കാര്യങ്ങൾ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. നമ്മളൊരു ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ബൈബിൾ വായിക്കാൻ തരും, വായിച്ചിട്ടും നല്ലതാണെന്ന് പറയും. അതൊക്കെ നമുക്ക് ഒത്തിരി ഇൻസ്പിറേഷനായിരുന്നു. അങ്ങനെയായിരുന്നു രണ്ടുപേർക്കും. അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾ ഹൈസ്കൂൾ 8ാം ക്ലാസ് വന്നപ്പം മാനന്തവാടിയിലേക്ക് ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. അപ്പം CMC സിസ്റ്റേഴ്സിൻ്റെ തന്നെയായിരുന്നു. അവിടെ നിന്ന് അവരുടെ കൂടെ നിന്ന് പഠിച്ചപ്പോഴാണ് ഒത്തിരി പ്രാർത്ഥനയിലൊക്കെ കുറേ കൂടെ വളരാനായിട്ട് പറ്റിയത്. പ്രാർത്ഥിക്കാൻ ഒരുപാട് സമയം കിട്ടുന്നു. അതുവരെ ഇങ്ങനെ ഒത്തിരി പുറത്തേക്ക് അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാനത് അധികം മിണ്ടുന്നൊരു നേച്ചറായിരുന്നില്ല. അപ്പോൾ അവിടെ വന്ന് ഒത്തിരി പിള്ളേരായിട്ട് മിങ്കിൾ ചെയ്തു. നമ്മുടെ തന്നെ കുറേ പുറത്ത് അങ്ങനെ അധികം ആൾക്കാരോട് അങ്ങനെ മിണ്ടില്ലായിരുന്നു. ഞങ്ങൾ തമ്മിൽ അങ്ങനെ സംസാരിക്കും, പഠിക്കുകയാണെങ്കിലും അങ്ങനെ ആ ഒരു നേച്ചറായിരുന്നു. പക്ഷേ മാങ്കടവിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നു. എല്ലാവരുമായിട്ടൊക്കെ ഇടപെടാൻ പറ്റി. പിന്നെ സിസ്റ്റേഴ്സിൻ്റെ സേവനങ്ങളും ശുശ്രൂഷകളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം ഭയങ്കര ഒരു ഇൻസ്പിറേഷനായിരുന്നു. അങ്ങനെ ദേവളിയിലേക്ക് കൂടുതൽ ഒന്നും കൂടി ഒന്ന് ഉറപ്പിക്കാനായിട്ടത് സഹായിച്ചു. നിങ്ങളുടെ വീട് എവിടെയായിട്ടായിരുന്നു? വീട് ബഥേലാണ്. ബഥേൽ എന്ന് പറയുമ്പോൾ എവിടെ? നെടുങ്കണ്ടൊക്കെ കഴിഞ്ഞ് നെടുങ്കണ്ടം ആ ഭാഗത്തു നിന്നാണ് നിങ്ങൾ വരുന്നത്. വീട്ടിൽ നിങ്ങൾ വേറെ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ പപ്പ, മമ്മി, പിന്നെ ഞങ്ങൾ 4 പെൺപിള്ളേരാണ് മക്കള്. മൂത്ത 2 ചേച്ചിമാരെ ഞങ്ങൾക്കുള്ളേ. മൂത്ത ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞാവയുണ്ട്. രണ്ടാമത്തെ ചേച്ചി ഇപ്പോൾ SABS കോൺഗ്രിഗേഷനിൽ സിസ്റ്ററാണ്. ഞങ്ങൾ മടത്തി പോയിട്ടാണ് പോകുന്നത്, അവിടെ ഞങ്ങളുടെ ജൂനിയറാണ്. നിങ്ങൾ മടത്തി പോകുന്നതിന് ശേഷം ചേച്ചിയും പോയി. അത് കൊള്ളാം. എന്തായാലും 3 പേര്, 4 പെൺമക്കള്, അത് 3 അല്ലേ, 3 പേര് സിസ്റ്റേഴ്സ്. നിങ്ങൾ പോകുന്നതിൽ പിന്നെയാണ് ചേച്ചി പോകുന്നത്. അതെന്ത് പറ്റി? എന്താ ചേച്ചിക്ക് അങ്ങനെ ചേച്ചിക്ക് കുറേ പഠിക്കണമെന്നായിരുന്നു. പഠിച്ചപ്പോൾ മാത്സ് ഭയങ്കര ഇഷ്ടമാണ്. മാത്സ് പഠിച്ച് തന്നെ തിയറി ഉണ്ടാക്കണം, അങ്ങനെ കുറേ പഠിക്കുന്ന ഒരു ലെവലിലായിരുന്നു. അപ്പോൾ പോരുന്ന ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചുമില്ലായിരുന്നു. പിന്നെ ജീസസ് യൂത്തിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് വന്നു. അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ചേച്ചിയും കരുതി സൂക്ഷിക്കുന്നുണ്ടായിരുന്നു എങ്ങനെ ഒരു ആഗ്രഹം. പിന്നെ മൂത്തേച്ചി കെട്ടിപ്പോയതുകൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ വന്നേനല്ലേ? അല്ല, മൂത്തേച്ചി അത് കഴിഞ്ഞിട്ടായിരുന്നു കല്യാണമൊക്കെ. ചേച്ചിയും അടുത്ത് ചേർന്ന് കഴിഞ്ഞിട്ടാണ് മൂത്തേച്ചിയുടെ കല്യാണം. നല്ല എന്തായാലും 3 പേരെ ദൈവ ശുശ്രൂഷകല്ലേ, സന്യാസത്തിലേക്കല്ലേ. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? അടിയിടി ഉണ്ടാക്കാറുണ്ടായിരുന്നു. എന്നാലും അധികം നേരം നീണ്ടു നിൽക്കുകയില്ല.
ഒരു 10 മിനിറ്റ് അത്ര അതിൽ കൂടുതലൊന്നും നീളാറില്ല, വീണ്ടും മിണ്ടിക്കൊണ്ട് വരും. അടിയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇഷ്ടം പോലെ. ഇപ്പൊ എങ്ങനെയാ? ഇപ്പൊ പിന്നെ അടി ഉണ്ടാക്കാൻ നമുക്ക് നേരം കിട്ടുന്നില്ലല്ലോ, നേരം കിട്ടാത്തതിന്റെ ഒരു വിഷമം ഉണ്ടെന്നേ ഉള്ളൂ. എന്നാലും വരുമ്പം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാറുണ്ട്. ആരാണ് ആദ്യം സിസ്റ്റർ ആവാൻ പോണമെന്ന് പറഞ്ഞത് ആരാ? ഞങ്ങൾ രണ്ടുപേരും. അല്ല, ആരെങ്കിലും ഒരാളോട് ഇങ്ങനെ നമ്മളിപ്പോൾ ഇപ്പം എൻ്റെ ഉള്ളിൽ അങ്ങനെ തോന്നി, അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെ ഉള്ളിൽ ഒരാൾക്ക് തോന്നി, അടുത്ത ആൾക്ക് തോന്നി, നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടില്ല, 10ാം ക്ലാസ്സിൽ വെച്ചാൽ പറഞ്ഞതെന്ന് പറഞ്ഞു. അതാരാ പറഞ്ഞ ആദ്യം? ഞങ്ങൾക്ക് ക്യാമ്പ് ഉണ്ടായിരുന്നു, വെക്കേഷൻ ക്യാമ്പ്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ അങ്ങനെ ക്യാമ്പിൽ നമ്മൾ ആദ്യമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അന്ന് ഞങ്ങൾ രണ്ടും ഇങ്ങനെ എഴുതി കൊടുത്തു. അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്ന് നമ്മൾ പറയണമല്ലോ. അന്നേരം ഞങ്ങളിങ്ങനെ പോരുന്ന വഴി പറഞ്ഞു, എനിക്ക് നല്ല ആഗ്രഹമുണ്ടെന്ന് ഞാനും പറഞ്ഞു. അപ്പം സിസ്റ്ററും പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട് പോകാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും പോകാം എന്ന് പറഞ്ഞു. വീട്ടിൻ്റെ അവസ്ഥ നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് പോരാൻ ആർക്കും താല്പര്യമില്ലായിരുന്നു. തീരുമാനമൊക്കെ എടുക്കാൻ ഇച്ചിരിയും കൂടി പ്രായം കഴിയട്ടെ എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ +1 +2 കൂടെ വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ആഗ്രഹത്തിന് കുറവില്ലാതെ വന്ന് തീഷ്ണമായിട്ടും ഉള്ളിൽ ആഗ്രഹം നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഞങ്ങളെ വിട്ടു. +2 കഴിഞ്ഞിട്ടാണ് പോകുന്നത് അല്ലേ? വീട്ടുകാർ ഓക്കെ ആയിരുന്നോ? ഹാപ്പി ആയിരുന്നോ? അന്നേരം ഡിഗ്രിയും കൂടെ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മുടെ തീരുമാനം സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പൊക്കോളം പറഞ്ഞു. എന്തായാലും ഏറ്റവും ഇളയ 2 പേര് സന്യാസിൽ വന്നപ്പോൾ ചേച്ചിയും കൂടി കടന്നു വന്നു അല്ലേ? അങ്ങനെ 3 മക്കൾ എത്തിയിരിക്കുകയാണ്. രണ്ടുപേരും എന്താ ഒരേ കോൺഗ്രിഗേഷൻ തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം? എനിക്ക് അൽഫോൻസാമ സിസ്റ്റർ പറയും പോലെ എൻ്റെ ജീവിതത്തെയും ഒരുപാട് സ്പർശിച്ച ആളായിരുന്നു അൽഫോൻസാമ എന്ന് പറയുന്ന വിശുദ്ധ. അപ്പോൾ ഞാൻ FCC പോകാനായിട്ടാണ് ശരിക്കും മനസ്സുകൊണ്ട് ആദ്യമൊക്കെ ആഗ്രഹിച്ചത്. പക്ഷേ ഈശോ വിളിച്ചത് ഇങ്ങോട്ടോട്ടായതുകൊണ്ട് ഇവിടെ വന്ന് ഞാൻ പറഞ്ഞില്ല, വെക്കേഷൻ ക്യാമ്പിലൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞപ്പം ഇങ്ങോട്ടോട്ട് തന്നെയാണ് എൻ്റെ വിളി എന്നുള്ളൊരു ഉൾപ്രചോദനം ഉള്ളിൽ നിന്ന് വന്നു. അങ്ങനെയാണ് ആ ഒരു വിളി എടുത്തത്. ഇനി നമുക്ക് ഇവരിൽ സീനിയേഴ്സ് ആയിട്ടുള്ള 2 സിസ്റ്റർമാരെ പരിചയപ്പെടാം. സിസ്റ്ററെ, നിങ്ങളുടെ പേരൊക്കെ പറഞ്ഞ് നിങ്ങളുടെ കോൺഗ്രിഗേഷനെ കുറിച്ചും നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു കോൺഗ്രിഗേഷനിൽ സിസ്റ്റേഴ്സ് ആയത് അതൊക്കെ ഒന്ന് പറയാമോ? ഞാൻ സിസ്റ്റർ ജൂലി ഗ്രേസ്, SD സന്യാസ സമൂഹമാണ്. അഗതികളുടെ സഹോദരിമാരാണ് SD സിസ്റ്റേഴ്സ്. ഞങ്ങൾക്ക് കൊച്ചിലേ തുടങ്ങി ആഗ്രഹമുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ 2 ചേച്ചിമാരും കൂടെ സിസ്റ്റേഴ്സായിട്ടുണ്ട്. FCCയിൽ ഒരാളും സെയിൻറ്റ് ആൻസ് കോൺഗ്രിഗേഷനിലും ഒരു ചേച്ചി, അങ്ങനെ 2 ചേച്ചിമാരുണ്ട്. അതായത് ഏത് കോൺഗ്രിഗേഷൻ? FCC ക്ലാരമഠം, പിന്നെ സെയിൻറ്റ് ആൻസ് കോൺഗ്രിഗേഷൻ. 4 പേരാണോ വീട്ടിൽ? 4 പേര് സിസ്റ്റേഴ്സ്. 4 പേര് സിസ്റ്റേഴ്സ് ഉണ്ട്. മൊത്തം എത്ര പേരുണ്ട്? അപ്പോൾ മൊത്തം ഞങ്ങൾ 11 പേരാണ് മക്കള്. 11 പേരുണ്ട് അല്ലേ? 11 പേരിൽ 4 സിസ്റ്റേഴ്സ്, ഫാമിലിയാണ്. അതിൽ 5 ആങ്ങളമാർ, പിന്നെ 2 ചേച്ചിമാർ മാരീഡ് ലൈഫാണ്. പിന്നെ പപ്പയും മമ്മയും ഉണ്ടായിരുന്നു, 2 പേരും മരിച്ചുപോയി. അങ്ങനെ കുടുംബത്തിൽ ചെറുപ്പം മുതൽ തന്നെ നല്ലൊരു പ്രെയർ ലൈഫ്. 2 ബാക്കി സിസ്റ്റേഴ്സ് നിങ്ങളാണ് ഞങ്ങൾ ഏറ്റവും ഇളയവരാണ്, 10ാമത്തെയും 11ാമത്തെയാണ്. അങ്ങനെയാണ്. അപ്പം കുടുംബത്തിൽ കുഞ്ഞിലേ മുതൽ ഞങ്ങൾക്കൊരു പ്രാർത്ഥനയുടെ ഒക്കെ അന്തരീക്ഷമായിരുന്നു. അപ്പം മമ്മിയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ മാതാവിനോട് ഭയങ്കര ഭക്തിയും, അതുപോലെ കുർബാനയ്ക്ക് പോകുന്ന കാര്യം, കുമ്പസാരിക്കുന്ന കാര്യം, അങ്ങനെയൊക്കെ ചെറുപ്പം മുതലേ മൂത്തവരെ മുതലേ ഇങ്ങനെ നല്ലൊരു ശിക്ഷണത്തിൽ കൊണ്ടുവരുന്നത് ഞങ്ങളും നന്നായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ചേച്ചിമാർ വളർത്തി പോയി അതിനുശേഷം അപ്പം ഞങ്ങൾക്ക് ഇവരെ കണ്ട് ഇവരിങ്ങനെ ഫോർമേഷനിൽ ഇങ്ങനെ അവധിക്കൊക്കെ വരുമ്പോഴൊക്കെ ഞങ്ങൾക്കും ഇങ്ങനെ ആവണം എന്നൊക്കെയുള്ളൊരു ഭയങ്കര ഇൻസ്പിറേഷനാണ്. പിന്നെ ഇവർ വരുമ്പോൾ ഞങ്ങൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച് തരും, ക്ലീൻ ചെയ്യേണ്ടതും അങ്ങനെ വാഷിങ്ങിന് എല്ലാം. മഠത്തിലെ ഫോർമേഷൻ പ്രത്യേകതയാണല്ലോ. അപ്പം ഞങ്ങൾക്ക് ഇവർ ഇവിടെ വന്നിട്ട് ട്രെയിനിങ് എല്ലാം തരും. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ആകണമെന്നൊക്കെ പറഞ്ഞ്. അപ്പം പിന്നെ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കിപ്പം വീട്ടിൽ നിന്ന് ഞങ്ങളെ അങ്ങനെ ആദ്യം ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല വിടാനൊന്നും. അപ്പോൾ അവർ 2 പേര് അത് മതി, നിങ്ങൾ പഠിച്ചോ, എന്തേരം വേണമെങ്കിലും അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ SD സിസ്റ്റേഴ്സ് വീട്ടിൽ വരുമെങ്കിൽ അവർ ഞങ്ങളെ ഒത്തിരി പ്രൊമോട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾ 10 കഴിഞ്ഞു, പ്രീ ഡിഗ്രി +2 പഠിച്ചു. അതിനുശേഷവും വീട്ടിൽ അങ്ങനെ ഇപ്പോൾ പോകണ്ടെന്ന് ഇങ്ങോട്ടൊരു 100% മനസ്സോടുകൂടി ഒന്നും ആരും പറയുന്നില്ല. ആർക്കും അത്ര അങ്ങ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഞങ്ങൾ പഠിച്ച് വലുതാകുക, പഠിച്ച് നല്ല ജോലി, അതായിരുന്നു എല്ലാവരുടെയും ഒരു ഞങ്ങളെക്കുറിച്ചുള്ളൊരു അംബിഷൻ വീട്ടിൽ. പിന്നെ ഞങ്ങൾ ഡിഗ്രി എടുത്തു. ഡിഗ്രി കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഡിവൈനിൽ കുറച്ച് ഒരു 1.5 വർഷം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അത് ഈശോയുടെ ഇഷ്ടമാണെന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അത് ഒരുമിച്ചായിരുന്നു.
ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഒരുപോലെയായിരുന്നു കേട്ടോ. ആദ്യം മടത്തി പോകാൻ തീരുമാനിച്ച് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും എപ്പോഴും ഇഷ്ടമായിരുന്നു സിസ്റ്റേഴ്സ് ആവണമെന്ന്. പിന്നെ പള്ളിയിലൊക്കെ പാട്ട് പാടും. സിസ്റ്റേഴ്സ് ഭയങ്കര പ്രൊമോട്ടീവായിരുന്നു എപ്പോഴും ഞങ്ങളിങ്ങനെ കയറ്റിയെടുത്തുകൊണ്ട് വരാൻ. അപ്പോൾ എപ്പോഴും സിസ്റ്റേഴ്സിനോട് ഭയങ്കര കൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോടൊരു പ്രത്യേകിച്ചൊരു ആത്മബന്ധം ഞങ്ങളുടെ SD കോൺഗ്രിഗേഷൻ സിസ്റ്റേഴ്സിനോടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഭയങ്കര ആഗ്രഹം ഞങ്ങൾക്ക് സിസ്റ്റർമാരാണ്. പിന്നെ ഈശോയ്ക്ക് വേണ്ടി പാടണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം. അപ്പം അന്ത്യം വരെ ഈശോയ്ക്ക് വേണ്ടി പാടണമെങ്കിൽ ഈ ഒരു ലൈഫ് അതേ പറ്റുള്ളൂ. പിന്നെ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ജീസസ് യൂത്തിൻ്റെ കുറച്ചൊക്കെ ആക്ടിവിറ്റീസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജീസസ് യൂത്ത് ഞങ്ങളെ ഒത്തിരി അതിനകത്തേക്ക് മോഡുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നും ഈശോയ്ക്ക് വേണ്ടി ആയിരിക്കണമെങ്കിൽ ഇങ്ങനൊരു ലൈഫ് അതേ പറ്റുള്ളൂ എന്നുള്ളൊരു ഒരു കൺസെപ്റ്റ് ഞങ്ങളുടെ ഉള്ളിൽ കയറി. ഇത് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണോ ചർച്ച ചെയ്യുന്നതും തീരുമാനിക്കുന്നതൊക്കെ? ഞങ്ങൾ പരസ്പരം ഇങ്ങനെ എല്ലാം ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഭയങ്കര ഷെയറിങ്. ഞങ്ങളെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ഇപ്പോൾ ഉറങ്ങുന്നത് വരെ ഞങ്ങൾ സംസാരിക്കുമായിരിക്കും. അങ്ങനെ വളരെ ലേറ്റായിട്ട് ഉറങ്ങാറൊക്കെ. അപ്പോൾ ഒരേ മാർക്ക് സെയിം ആയിരുന്നു. ഒരു 1/2 മാർക്കിൻ്റെ ചേഞ്ച് ഒക്കെ ഉണ്ടാവുള്ളൂ. തെറ്റ് ശരിയൊക്കെ. അപ്പോൾ ടീച്ചേഴ്സൊക്കെ പേപ്പർ ഒരുമിച്ച് നോക്കുമായിരുന്നു, പറഞ്ഞെഴുതിയതാണോ. പക്ഷേ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ മാർക്ക് മിക്കവാറും സെയിം ആയിരിക്കും. അപ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് ചിലപ്പോൾ ചിലർക്ക് കൂടുതൽ ആഗ്രഹം കാണും. എന്താണെങ്കിലും പറയുമായിരുന്നു, ഷെയർ ചെയ്യുമായിരുന്നു. ഞങ്ങൾ ഭയങ്കര കട്ട സപ്പോർട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വഴക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. എന്നാലും മറ്റുള്ളവർ കുരുത്തക്കേടൊക്കെ 10ാം ക്ലാസ്സൊക്കെ വരെ നന്നായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കി. എന്നാലും അവരൊക്കെ ഇത് സോൾവ് ചെയ്യാൻ വരുമ്പോഴത്തേനും ഞങ്ങൾ പിന്നെ ഒന്നിച്ചാവും. അപ്പോൾ പിന്നെ വന്നവരാകെ ബുദ്ധിമുട്ടി പോകേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് പിന്നെ അവർ വരികയില്ലായിരുന്നു. അങ്ങനെയായിരുന്നു. നിങ്ങളായി നിങ്ങളുടെ പാടായി ആ ചിന്താഗതി അല്ലേ? അങ്ങനത്തെ ഒരു ഇതിൽ ആരാണ് ഞാൻ ചോദ്യങ്ങൾ ചിലപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നുള്ളൂ. കാരണം വെച്ചാൽ എല്ലാവരും ലൈഫിൽ ഇത് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആരാണ് ആദ്യമായിട്ട് പറഞ്ഞതൊക്കെ? ഞങ്ങളുടെ ചേച്ചിമാരും സിസ്റ്റേഴ്സും ഒക്കെ ഇൻസ്പിറേഷൻ ആയിരുന്നല്ലോ. പിന്നെ കൊച്ചിലേക്ക് ആണെങ്കിലും മമ്മിയുടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ഞങ്ങൾ അമ്മാമ്മ എന്നായിരുന്നു വിളിക്കുന്നത്. അപ്പോൾ അമ്മാമ്മയൊക്കെ ഇങ്ങനെ കൊച്ചിരസ്യയുടെ കാര്യവും വിശുദ്ധയുടെ കാര്യമൊക്കെ ഇങ്ങനെ ഞങ്ങൾക്ക് എപ്പോഴും കഥ പറഞ്ഞു തന്നുകൊണ്ടിരുന്നതൊക്കെ ഇങ്ങനെ വിശുദ്ധരെക്കുറിച്ചായിരുന്നു. പിന്നെ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. കൂടുതലും പറഞ്ഞാൽ 10ാം ക്ലാസ്സിലൊക്കെ വെച്ച് സെയിൻറ്റ് ഫ്രാൻസിസ് അസിസി, അതുപോലെ ക്ലാര, അവരുടെയൊക്കെ ജീവിതം ഒത്തിരി സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പെർമിഷൻ അത്ര ഇല്ലാതെ വന്നാലും ഞങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ആഗ്രഹത്തിന് മങ്ങലൊന്നും ഇല്ലായിരുന്നു. ഒരുപാട് ഓഫറുകളൊക്കെ ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഡിവൈനിലായിരുന്നപ്പോൾ പോലും ഞങ്ങൾക്ക് പല ഓഫറുകൾ വന്നിരുന്നു. ഞങ്ങൾ സിസ്റ്റർ അല്ലായിരുന്നു. ഞങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് നേരെ ഡിവൈനിലെ ധ്യാനമൊക്കെ കൂടി. പിന്നെ അവിടെ ഞങ്ങൾ ഇംഗ്ലീഷ് സെക്ഷനിലായിരുന്നു. പല പ്രോഗ്രാംസിലുണ്ടായിരുന്നു, ടെലിവിഷനിലും പല പ്രോഗ്രാംസിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു 1.5 വർഷം കൊണ്ടാണ് സത്യം പറഞ്ഞ് ഞങ്ങൾ ഈ വിളിയൊന്ന് ഉറപ്പിച്ച് ഈശോയുടെ ഇഷ്ടം എന്താണ് അതായിരുന്നു എപ്പോഴും ഉള്ളൊരാഗ്രഹം. എന്ത് തന്നെയാണേലും അവസാനം ഞങ്ങളും അങ്ങനെ ഒരു സ്റ്റാൻഡിലേക്ക് എത്തി. ഈശോ എന്താണോ തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെടുന്ന അങ്ങനെ ഒരു ഇതിലേക്ക് ഞങ്ങൾ എത്തി. പിന്നെ അവസാനം ഇപ്പം വീട്ടിലൊക്കെ സപ്പോർട്ട് കുറവായിരുന്നെങ്കിലും ഏറ്റവും ലാസ്റ്റ് ആയപ്പം ഞങ്ങളുടെ ഡിസിഷൻ എന്തോ അതായിക്കോട്ടെ എന്ന് എല്ലാവരും അങ്ങോട്ട് ഒരു ഇതിലേക്ക് എത്തി. പിന്നെ ഞങ്ങൾക്കും പ്രാർത്ഥിച്ചു പോരാൻ അവിടുത്തെ ഫാദേഴ്സൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തീരുമാനമൊക്കെ എടുക്കാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ എത്താനായിട്ട് SD-യിലേക്ക് എത്താൻ സാധിച്ചു. രണ്ടുപേരും ഓരോ കോൺഗ്രിഗേഷൻ രണ്ട് സ്ഥലങ്ങളാണ്. എന്തോ അല്ല, പ്രൊവിൻസ് ഒന്ന് തന്നെയാണ്. കോതമംഗലം പ്രൊവിൻസ് ആണ്. ഓക്കെ, അത് അത്രയും ഉണ്ടോ അല്ലേ? അവിടെ കോഴിക്കോട് വരെയൊക്കെ ഉണ്ട്. കോഴിക്കോട് ഞങ്ങൾ മലബാർ, ഇടുക്കി, കോതമംഗലം, താമരശ്ശേരി, തലശ്ശേരി ഒരുമിച്ച് ഒരു പ്രൊവിൻസ് ആണ് അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയാണ് അവിടെ വന്നത്. ഇപ്പൊ രണ്ടുപേരും വെവ്വേറെയാണല്ലോ നിൽക്കുന്നത് അല്ലേ? വിഷമമുണ്ടോ? അങ്ങനെ വിഷമം സങ്കടമൊന്നുമില്ല. വിളിക്കുവോ അങ്ങനെ വളരെ റയറായിട്ട് വിളിക്കലൊക്കെ ഉള്ളൂ. പക്ഷെ എപ്പോഴും ഒരു ആത്മബന്ധം ഉള്ളിൽ കിടപ്പുണ്ടല്ലോ. എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാറുണ്ട്. ടെലിപ്പതി പോലെയൊക്കെ വരാറുണ്ടോ? ഇപ്പൊ അവിടെ കിടക്കണോണ്ട് എന്തെങ്കിലും അവളെ ആലോചിക്കുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാറുണ്ടോ? ഇല്ലല്ലേ, ഞങ്ങൾക്ക് നേരമില്ലല്ലോ. നമ്മള് ടൈറ്റ് പ്രോഗ്രാമാണ്, നല്ല ബിസിയാണല്ലോ. ഡിവൈനിലായിരുന്നപ്പം കുറച്ചങ്ങനെ ഭയങ്കര ഈ ഒരു കോൺഫ്ലിക്റ്റ് വരുമല്ലോ നമുക്ക്, ഇത് തിരഞ്ഞെടുക്കാനുള്ള ഒരു വിഷമം, ഈ വിളി എന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പം തൊമ്മനെയ്യുമ്പം ചാണ്ടി മുറിവെന്ന് പറഞ്ഞ് നമ്മൾ പറയുമല്ലോ. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ പറയുമായിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതൊരു സെലക്ട് ചെയ്യാനായിട്ട് ഒരു വിഷമം. അങ്ങനെ വേണ്ടെന്നൊന്നുമല്ല. ക്രൈസിസ് അല്ല, അവിടെ വെച്ചിട്ട് നമുക്ക് ഈ ഡിവൈൻ വിഷൻ്റെ ഒക്കെ ഒരു സ്റ്റാർട്ടിങ് ടൈമൊക്കെ ആണല്ലോ. അപ്പം TV പ്രോഗ്രാമൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പം ഞങ്ങൾ പാടാനൊക്കെ ഒത്തിരി ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു.
അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് തീരുമാനിക്കുക, എസ്ഡിയിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു 5-6 പേര് ഞങ്ങളെ രണ്ടുപേരും അവിടെ നല്ല ഫേമസാണ്. അപ്പോൾ അവർ വന്നിട്ട് പാട്ടൊക്കെ ചെയ്യണം, നമുക്ക് ആൽബം ചെയ്യണം, അങ്ങനെ കുറേയൊക്കെ ഒന്ന് ജസ്റ്റ് നിന്ന് വെച്ചാൽ നമ്മൾ അത് പോയാലോന്ന്. പിന്നെ വേണ്ട, അതിനും അപ്പുറത്തേക്ക് കടന്ന് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് അങ്ങനെ പോയി. അങ്ങനെ പിന്നെ പാവങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്നായിരുന്നു കേട്ടോ. ഞങ്ങൾ ഡിഗ്രി പഠിക്കുമ്പോഴും ഞങ്ങൾ മമ്മിയോടൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ട്, ഈ ഇത്രയും വർഷം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുമല്ലേ, ഇനി ഒരു വർഷം പാവങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് ഒരു വർഷം റെസ്റ്റ് വേണം, പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഇതൊക്കെ ആയിരുന്നു. ഇപ്പം മറ്റൊരു ലൈഫായിരുന്നെങ്കിലും പാവങ്ങളെ ശുശ്രൂഷിക്കുക എന്നുള്ളൊരു വളരെ വലിയൊരു മോട്ടിവേഷനായിട്ട് ഉള്ളിലുണ്ടായിരുന്നു. അത് മമ്മി തന്നെയാണ് ഞങ്ങളുടെ റോൾ മോഡൽ അതിനകത്ത് കേട്ടോ. മമ്മി വീട്ടിൽ മമ്മിയുടെ ഡ്രസ്സ് സാരികളെല്ലാം അങ്ങനെയൊക്കെ എടുത്തു വിടും. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും എവിടെയെങ്കിലും പോകേണ്ടപ്പോൾ ഞങ്ങൾ മമ്മിയുടെ ഏതെങ്കിലും ഒരു സാരി സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ അതവിടെ ഉണ്ടാവില്ല, ഓൾറെഡി അത് പോയിട്ടുണ്ടാവും. ഞങ്ങൾ വഴക്ക് കൂടും. വീട്ടിൽ ആര് പാവങ്ങൾ വന്നാലും വെറും കൈയോടെ വിടില്ലായിരുന്നു, എന്തെങ്കിലും കൊടുത്ത്. അപ്പം ഞങ്ങളെ അത് തന്നെ പഠിപ്പിച്ചു. പിന്നെ ഞങ്ങൾ ഡിഗ്രി പഠിക്കുമ്പോഴൊക്കെ പ്രൈവറ്റ് കോളേജിലാണ് പഠിച്ചത്, 5 വർഷം സെയിം കോളേജിലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് വേണമെങ്കിൽ ബസ്സിന് പോകാം, ചില ദിവസമൊക്കെ ബസ്സിന് പോകും. പിന്നെ ഞങ്ങൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ എസ് ടി പൈസ കയ്യിലുണ്ടല്ലോ, അപ്പം വഴിക്കിരിക്കുന്ന ആർക്കെങ്കിലും കൊടുത്തിട്ട് ഞങ്ങൾ കൂട്ടുകാരുടെ കൂടി അടിച്ചു പൊളിച്ച് നടന്നു പോരും. അപ്പോൾ അത് അവർക്ക് കൊടുത്തതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, കൂട്ടുകാരോട് വരാം. അങ്ങനെ ഒരു ശരിക്കും നല്ലൊരു കൂട്ടുകാരാണെങ്കിലും അതെ. നമ്മളിപ്പം ഞാൻ സ്കൂളിലാണ്, 2 പേര് സ്കൂളിലാണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ നമ്മുടെ ആവശ്യമുള്ള ഒത്തിരി കുട്ടികൾ കാണും. ഇപ്പം നന്നായിട്ട് പഠിക്കുന്നവർക്ക് ഒരുപാട് ഹെൽപ്പ് ആവശ്യമില്ലല്ലോ. അപ്പോൾ ഏറ്റവും പുറകിലുള്ള കുട്ടികളെ ആയിരിക്കും നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നത്, എല്ലാ തരത്തിലും കേട്ടോ. ഇപ്പം ഫിനാൻഷ്യലി ആയിട്ടും ബാക്കിയോടുള്ളവരും മെൻ്റലി ഇങ്ങനെ പല സപ്പോർട്ട് നമ്മുടെ ആവശ്യമുണ്ട്. നമുക്ക് സ്കൂളിലൊക്കെ സിസ്റ്റേഴ്സിനെയൊക്കെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു മിഷൻ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതൊരു സാറ്റിസ്ഫാക്ഷനാണ്. ഇനി സിസ്റ്റർ വിന്ധ്യ ആൻഡ് സിദ്ധ്യ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾക്ക് സിസ്റ്റർ ആകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലും അതേപോലെ തന്നെ ഭയങ്കര ഒരു പ്രാർത്ഥനയുടെ ഒരു ഇതായിരുന്നു. കാരണം എല്ലാ ദിവസവും രാവിലെ 5:30 അമ്മച്ചി കൊന്തുചൊല്ലാൻ ഞങ്ങളെ വിളിക്കും. അപ്പോൾ രാവിലെ ചെറുപ്പം തൊട്ടേ രാവിലെ 5:30 ഞങ്ങൾ കൊന്തു ചൊല്ലും. അതിനുശേഷം പിന്നെ റെഡിയായിട്ട് എല്ലാ ദിവസവും പള്ളിയിലും പോകും. അപ്പച്ചൻ്റെ ഒപ്പം അല്ലെങ്കിൽ അപ്പച്ചൻ്റെ അമ്മയുണ്ട്, ഇവരുടെ ഒപ്പം ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിൽ പിന്നെ എല്ലാ വർഷവും അപ്പച്ചന് ധ്യാനത്തിന് വിടണം. അപ്പോൾ വലിയ വെക്കേഷൻ വരുമ്പോൾ അപ്പച്ചന് എല്ലാ വർഷവും ഞങ്ങൾ ധ്യാനത്തിനും വിടും. അപ്പം അങ്ങനത്തെ ഒരു പ്രാർത്ഥനയുടെ ഒരു ഇതുകൊണ്ട് എനിക്കും എന്തെങ്കിലും ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ സിസ്റ്റർ ആവണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് ചെറുപ്പത്തിൽ മദർ തെരേസ കൽക്കട്ട മരിക്കുന്ന സമയത്ത് ഞാൻ ചെറുതാണ്. അപ്പോൾ ടി വിയിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ലൈവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അമ്മച്ചിനോട് ചോദിച്ചിട്ടുണ്ട്, അമ്മച്ചി ഇതാരാണ്? അപ്പം അമ്മച്ചി പറഞ്ഞിട്ട് ഇങ്ങനെ പാവങ്ങളെ സഹായിച്ച ഒരു അമ്മയാണ്. അതാണ് ആ കഥയൊക്കെ പറയുമ്പോൾ അതേപോലെയൊക്കെ ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ചെറുപ്പത്തിൽ ഞങ്ങൾ വളർന്നു വന്നത്. പിന്നെ 10ാം ക്ലാസ് എത്തിയപ്പോൾ ഞങ്ങൾ പള്ളിപ്പുറം മഞ്ഞമാതാ പള്ളി ആണ് ഞങ്ങളുടെ ഇടവക. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. കാറ്റിസം ഡിപ്പാർട്ട്മെൻറ്റിൽ കുറേ സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് 3 ഡിവിഷൻ ഉണ്ട് കാറ്റിസം ക്ലാസ് തന്നെ. അപ്പോൾ ഞങ്ങൾ വിന്ധ്യ വേറെ ഡിവിഷനും ഞാൻ വേറെ ഡിവിഷനായിരുന്നു. അപ്പോൾ ആണ് സിസ്റ്റേഴ്സ് വന്നിട്ട് വൊക്കേഷൻ്റെ ഇതിന് ചോദിച്ചുകൊണ്ടുള്ള ലെറ്റേഴ്സ് തരുന്നത്. അപ്പോൾ എനിക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി കൊടുത്ത്. വിന്ധ്യ ആ സമയത്തൊന്നും റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. തിരിച്ച് എനിക്കറിയത്തില്ലായിരുന്നു അന്ന് തന്നെ സിസ്റ്റേഴ്സ് വീട്ടിൽ വരുമെന്നുള്ള ചിന്തയും ഞങ്ങൾക്ക് മനസ്സിൽ പോലും ഉണ്ടായില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ കാറ്റിസം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും സിസ്റ്റേഴ്സും വീട്ടിൽ നിൽക്കുന്നു. അപ്പോഴാണ് അമ്മച്ചി അറിയുന്നത് ഇങ്ങനെ എനിക്ക് പോവാൻ താല്പര്യമുണ്ടെന്നുള്ള. വിന്ധ്യ വീട്ടിൽ ചോദിച്ചിട്ട് എഴുതി കൊടുക്കാന്ന്. ഞാൻ വീട്ടിൽ ചോദിച്ചിട്ട് എഴുതാനുള്ള തീരുമാനത്തിലാണ് ഞാൻ നിർണ്ണയിച്ചത്. അങ്ങനെ അപ്പോൾ പിന്നെ എന്ത് ചെയ്ത് ഞാൻ ആ സിസ്റ്ററിനോട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ വിന്ധ്യ പറഞ്ഞു എനിക്കും ചേരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2 പേരും താല്പര്യമുണ്ടെങ്കിൽ സിസ്റ്റേഴ്സ് വന്നവർക്കും ഭയങ്കര സന്തോഷമായി, കാരണം 2 പേർക്കും ചേരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ. അത് കഴിഞ്ഞ് പോയെങ്കിലും അമ്മച്ചി പിന്നീട് ഞങ്ങളോടൊന്നും സംസാരിച്ചില്ല. പിന്നെ അപ്പച്ചൻ ആ സമയത്ത് വൈപ്പിനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മച്ചി അന്ന് അപ്പച്ചൻ്റെ വരെ പോയി ഈ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അപ്പച്ചൻ എന്നിട്ട് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേ വീട്ടിൽ വരത്തുള്ളൂ. വന്നപ്പോഴും അപ്പച്ചൻ ഞങ്ങളോടൊന്നും സംസാരിക്കുന്നില്ല ഇതിനെക്കുറിച്ച്. ഇപ്പം ഞങ്ങൾക്ക് മനസ്സിൽ ഭയങ്കര ടെൻഷൻ, ഇതെന്താണ് അപ്പച്ചനൊന്നും സംസാരിക്കാത്തതെന്നുള്ളത്. യൂഷ്വലി അപ്പച്ചനും ഞങ്ങളെന്ന് വെച്ചാൽ ഭയങ്കര ഫ്രണ്ട്സ് പോലെയാണ്.
എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പച്ചനോടും അമ്മച്ചിനോടും തുറന്നറിയാം. അമ്മച്ചിനേക്കാളും കൂടുതൽ ഫ്രീഡം ഞങ്ങൾക്കുള്ളത് അപ്പച്ചൻ്റെ കയ്യിലാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും അപ്പച്ചൻ്റെ ഒപ്പം ഞങ്ങൾ നടക്കത്തുള്ളൂ. അമ്മച്ചി എപ്പോഴും പറയും അപ്പച്ചനോട് ചോദിച്ചിട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് അമ്മച്ചിയും പറയാറുണ്ട്. പക്ഷെ കാരണം ആ ഒരു അപ്പച്ചൻ ഒരു ഫ്രണ്ട്ലി ആണ്, എന്തും നമുക്ക് തുറന്ന് പറയാവുന്ന ഇതാണ്. അങ്ങനെയുള്ളതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ അപ്പച്ചൻ്റെ ഒപ്പം തന്നെയാണ് ചിലവഴിക്കാറുള്ളത് എപ്പോഴും. അപ്പോൾ അപ്പച്ചൻ എന്നിട്ട് ഞങ്ങളോട് ഈ കാര്യം ചോദിക്കാത്ത എന്താണെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അപ്പച്ചനോട് തന്നെ ചോദിച്ച്, അപ്പച്ച ഇങ്ങനൊരു താല്പര്യം ഞങ്ങൾ സിസ്റ്റേഴ്സിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ചിട്ട് പറ, ആർക്കെങ്കിലും ഒരാൾക്ക് പോകാം, 2 പേര് വിടത്തില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പോയി 2 പേരും കൂടി ഒരുമിച്ചിരുന്ന് എന്നിട്ട് തിരിച്ച് വന്നിട്ട് പറഞ്ഞ് അപ്പച്ചൻ ഞങ്ങൾക്ക് 2 പേർക്കും ചേരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പം അപ്പച്ചൻ പിന്നെ കുറച്ച് നേരം എന്നിട്ട് പറഞ്ഞു, അപ്പച്ചൻ വിചാരിച്ച് ഞങ്ങൾ 2 പേർക്കും ഒരുമിച്ച് തന്നെ നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് 2 പേരും കൂടി ഒരുമിച്ച് പോകാൻ വേണ്ടി തീരുമാനിച്ചേക്കണമെന്ന രീതിയിലാണ് അപ്പച്ചൻ ആദ്യം വിചാരിച്ചത്. പിന്നെ അപ്പച്ചൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ 2 പേർക്ക് 2 സഭ നോക്കാം. കാരണം അപ്പൊ ഞങ്ങള് അപ്പൊ 2 സഭയെങ്കിൽ ഞങ്ങൾ ഒരിക്കലും പോകൂലെന്ന് അപ്പച്ചൻ വിചാരിച്ച്. അപ്പോൾ 2 പേർക്കും 2 സഭ ചൂസ് ചെയ്യാം, ഒരു സഭ തന്നെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പോൾ കോൺവെൻറ്റ് വീട്ടിൽ വന്ന സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഞാൻ അവരുടെ ഒപ്പം പോകാം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ വേറൊരു കോൺവെൻറ്റ് ഉണ്ട്, CSST സഭയുടെ. അല്ല, ഈ സിസ്റ്ററല്ലേ എഴുതി കൊടുത്തുള്ളൂ. പിന്നെ ഓക്കെ, വിന്ധ്യ സിസ്റ്റർ കൂടി ആഗ്രഹം ഉണ്ടെന്ന് എപ്പോഴാണ് പറഞ്ഞത്? അപ്പൊ തന്നെ ആ സിസ്റ്റേഴ്സ് അന്ന് വീട്ടിൽ വന്നു പറഞ്ഞില്ല. അപ്പൊ ചെറുപ്പത്തിലെ ആഗ്രഹം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനും സിന്ധ്യയും ഒരു 2ാം ക്ലാസ് തൊട്ട് പറഞ്ഞാൽ ഒരു ധ്യാനം കൂടിയതിന് ശേഷം ഞങ്ങളുടെ വെച്ചാൽ 2ാം ക്ലാസ് തൊട്ട് ഞാനും സിന്ധ്യയും മാല അങ്ങനെയൊക്കെ ഉള്ളതൊന്നും ഇടൂല. ഞങ്ങൾ കൊന്തിടുള്ളൂ. അപ്പോൾ ഞങ്ങൾ പറയും സിസ്റ്റർ ആകണമെന്ന് അപ്പത്തോട്ട് പറയുമായിരുന്നു. അങ്ങനെ ആഗ്രഹമാണ്. 2ാം ക്ലാസ് വെച്ച് തുടങ്ങിയ ആഗ്രഹമില്ല. പിന്നെ എന്താണ് അപ്പച്ചൻ്റെ ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ 2 പേരും 2 സഭനെ നോക്കി. ഞാനപ്പോൾ കൊച്ചിയിലെ സിസ്റ്റേഴ്സായിരുന്നു വന്നേച്ചത്. അപ്പോൾ അവരുടെ ഒപ്പം പോകാമെന്ന് ഞാൻ വിചാരിച്ചു. വിന്ധ്യ അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള CSST സഭയിലേക്ക് പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ 2 പേരും 2 കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സിനെ കണ്ടെല്ലാം തീരുമാനിച്ചെന്ന് മനസ്സിലായപ്പോൾ പിന്നെ അമ്മച്ചി അപ്പച്ചനോട് ചോദിച്ചു, 2 പേരും പോകാൻ വേണ്ടി നിൽക്കണല്ലേ, അറ്റ്ലീസ്റ്റ് ഇവരെ 1 മാസത്തേക്ക് ഒരു സഭയിൽ വിട്ടു നോക്കാം, എന്നിട്ട് ഇവരെന്താ തീരുമാനിക്കണമെന്ന് നോക്കാൻ തന്നെ. അങ്ങനെയാണ് 1 മാസം ഒന്നും പറഞ്ഞാണ് ഞങ്ങൾ 2 പേരെയും കൂടി CSSTയിലേക്ക് വിട്ടത്. പിന്നെ ഞങ്ങളത് റിമെയിൻ ചെയ്ത്. ഞങ്ങൾ തമ്മിൽ എല്ലാം ഷെയർ ചെയ്യും. എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. എന്ത് ചെയ്യണതും ഒരുമിച്ച് ചെയ്യാറുള്ളൂ. എവിടെ പോകണമെങ്കിലും ഈവൻ ഡ്രസ്സാണെങ്കിലും ഞങ്ങൾ ഓരോ കളറ് എല്ലാം സിമിലർ ആയിട്ടുള്ള തന്നെ എടുക്കാറുള്ളൂ. അങ്ങനെ കോൺഗ്രിഗേഷനിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഡ്രസ്സ് തന്നെ മാറ്റിയിടാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ സെയിം കളറെല്ലാം സെയിം ആയിട്ടുള്ളത്. അത് ഭാഗ്യം, കോൺഗ്രിഗേഷന്റെ യൂണിഫോം സെയിം ആയതുകൊണ്ട്. അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കോൺഗ്രിഗേഷൻ വന്നതിന് ശേഷം മാറ്റിയിടാൻ തുടങ്ങിയത് കാരണം ഞങ്ങൾക്ക് എടുക്കുന്ന ഡ്രസ്സുകളെല്ലാം ഒരേപോലെ ആയിരിക്കുള്ളൂ. അപ്പൊ ഞങ്ങളുടെ മിസ്ട്രസ്സുമാർക്ക് കൺഫ്യൂഷൻ ആകും. അപ്പൊ അവര് പറഞ്ഞ് ഏതായാലും എല്ലാ ഡ്രസ്സും ഒരേപോലെയാണ്, അപ്പൊ പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടിടൂ, സെയിം ഇടാതെ ഈ ഡ്രസ്സ് ഒരാളാണ് ഇടുന്നതെങ്കിൽ വേറൊരു ഡ്രസ്സ് അടുത്ത ആളിടും. അപ്പം തൊട്ട് ഞങ്ങൾ വെവ്വേറെ ഡ്രസ്സ് ഇടാൻ തുടങ്ങി. പക്ഷേ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഒരു ദിവസം കാണാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ 2 പേരും വെവ്വേറെ ഡ്രസ്സ് ഇട്ട് കണ്ടപ്പോൾ അവർക്കത് വിഷമമായി. കാരണം അവർ ഞങ്ങളെല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ടാണല്ലോ കണ്ടേക്കണത്. അപ്പോൾ ചോദിച്ചാൽ അതെന്താ നിങ്ങൾ വെവ്വേറെ ഡ്രസ്സ് ഇട്ടേക്കണേന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഇല്ല, സിസ്റ്റേഴ്സിന് മാറിപ്പോകുന്നതുകൊണ്ടാണ് വെവ്വേറെ ഡ്രസ്സ് ഇട്ടേക്കണേന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ പഠനത്തിനൊക്കെ എങ്ങനെയായിരുന്നു? പഠനമൊക്കെ ഒരേപോലെ തന്നെയായിരുന്നു? ഞങ്ങൾ പഠനമൊക്കെ ഒരേപോലെ തന്നെ. സിസ്റ്റേഴ്സ് പറഞ്ഞ പോലെ തന്നെ മാർക്കും വലിയ വ്യത്യാസം ഉണ്ടാവാറില്ല ഞങ്ങൾക്ക്. പിന്നെ ഒരുമിച്ച് തന്നെ എല്ലാം ചെയ്യണത്. ഒരുപാട് സന്യസ്തരൊക്കെ സംഭാവന ചെയ്ത് ഇടവകയാണെന്നുണ്ടല്ലോ പള്ളിപ്പുറം മഞ്ഞുമാത. പിന്നെ ഏറ്റവും കൂടുതൽ ബിഷപ്പുമാരെ കൊടുത്തിട്ടുള്ള അല്ലേ ഇടവകയാണ് പള്ളിപ്പുറം. എനിക്ക് തോന്നുന്നു നിലവിൽ 2 മെത്രാന്മാരും, കണ്ണൂർ ഉപതല സഹായ മെത്രാനും കോട്ടപ്പുറം ഉപതല മെത്രാനൊക്കെ പള്ളിപ്പുറം ഇടവകയാണ്. അല്ല, ആ ഇടവക തന്നെയല്ലേ മഞ്ഞുമാത? ഞങ്ങളുടെ സഭയിൽ തന്നെ കുറേ സിസ്റ്റേഴ്സും മഞ്ഞുമാത പള്ളിയിൽ നിന്ന് അല്ലേ. മഞ്ഞുമാത പള്ളിയിൽ നിന്ന് ഒരുപാട് സന്യസ്തരെ കൊടുത്തിരിക്കുന്ന ഒരു ഇടവകയാണ്. ഓക്കെ, എന്നാൽ നമുക്ക് ഇനിയിപ്പം ഇവരിലേക്കോ, ഇവർ കുറെ നേരമായിട്ട് ഇങ്ങനെ എല്ലാരും കേട്ടോണ്ടിരിക്കുകയാണ്. അതെ, അതും എനിക്ക് തോന്നുന്നു വന്നപ്പോൾ ഒരു ഭയങ്കര സൈലന്റ് ആയിട്ട് ചിരിച്ച മുഖമായിട്ട് ഇരിക്കുന്ന. ഓക്കെ, അത് നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ടീച്ചേഴ്സായിരുന്നു. ഞങ്ങൾ NTTC കഴിഞ്ഞിട്ട് KGയിലെ കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു. ഞാൻ കഴിഞ്ഞ കൊല്ലം എറണാകുളത്തായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എറണാകുളം കാരണക്കോട് എന്ന് പറഞ്ഞ സ്കൂളിൽ. സിസ്റ്റർ തൊടുപുഴയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കുഞ്ഞു മുതലേ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു
അപ്പോൾ ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് സിസ്റ്റേഴ്സൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഞങ്ങളോട് എന്താകാൻ ആഗ്രഹം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ എഴുതി കൊടുക്കുന്ന സിസ്റ്റേഴ്സ് ആകണം എന്നാണ് എഴുതി കൊടുക്കാറുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ സന്യാസം എന്ന ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് ആദ്യമായിട്ട് എപ്പോഴാണ് വന്നത്? ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്, ഞങ്ങളുടെ വീട് കടവൂരായിരുന്നു നേരത്തെ. ഇപ്പോൾ ഞങ്ങൾ മാറി, അങ്കമാലിയിലോട്ട് മാറി. കടവൂരായിരുന്നു ആ സമയത്ത്. കടവൂര് പോത്താനിക്കാടൊക്കെ കഴിഞ്ഞിട്ട്. അല്ലേ, നമ്മുടെ പ്രേക്ഷകർ കേരളത്തിന് പല സ്ഥലത്തുള്ള അവർക്ക് ഈ പറഞ്ഞ പോലെ ലോക്കൽ സ്ഥലങ്ങൾ അറിയില്ല. അപ്പോൾ നിങ്ങൾ കോതമംഗലത്ത് തന്നെയായിരുന്നു അല്ലേ? അവിടെയായിരുന്നു. പിന്നെ നിങ്ങൾ അങ്കമാലിക്ക് മാറി. ഓക്കെ. അവിടെയായിരുന്ന സമയത്ത്, കടവൂരായിരുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് SH കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സായിരുന്നു. അപ്പോൾ ഞങ്ങൾ പള്ളി ഞായറാഴ്ച ശനിയാഴ്ചയും പള്ളിയിൽ പോകുന്നത് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു. ഞായറാഴ്ച പിന്നെ കാറ്റിസം ഉള്ളതുകൊണ്ട് ഞങ്ങൾ പോകും. ശനിയാഴ്ച ദിവസങ്ങളിൽ ചാച്ചന് നിർബന്ധമായിരുന്നു പള്ളിയിൽ പോകണമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ എന്നും തന്നെ ശനിയാഴ്ച എല്ലാം പോകുമായിരുന്നു. പക്ഷേ പോകുന്ന സമയത്തല്ല ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നത്, തിരിച്ചു വരുന്നത്. പക്ഷെ വളരെ ശാന്തപ്രിയമായിട്ട്, അങ്ങനെ ആരോടും വഴക്കില്ല, അങ്ങനെ നല്ല ഒത്തിരി സന്തോഷത്തോടു കൂടി ഞങ്ങൾ രണ്ടുപേരും പള്ളിയിൽ പോകുന്നു, തിരിച്ചു വരുന്നു. ഒത്തിരി മാറിട്ടോ. അപ്പൊ സിസ്റ്റേഴ്സ് ഇത്ര പോലും ഉണ്ടായിരുന്നില്ല അന്ന്. ഞങ്ങൾ മതി എന്നുള്ള. പിന്നെ സന്യാസത്തിലോട്ട് കടന്നു വന്നതിന് ശേഷമാണ് ഒത്തിരി ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നത് അതിന് ശേഷമാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സിസ്റ്റേഴ്സ് SHലായതുകൊണ്ട് അവർ ഞങ്ങളെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ പള്ളിയിൽ പോകുമ്പോൾ കാണുമ്പോൾ ഇരട്ടകളായതുകൊണ്ട് തന്നെ ഞങ്ങളോടൊരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആ കുഞ്ഞിലേ മുതൽ മനസ്സിലൊരു ഇഷ്ടം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിലുള്ള നിങ്ങളുടെ പ്രെയർ ലൈഫ് അല്ലെ, വീട്ടിൽ നിന്ന് കിട്ടി അങ്ങനെ ഒരു സംഭവം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ സിസ്റ്ററാകാൻ പോകുക എന്നൊക്കെ പറയുമല്ലോ. അപ്പം അങ്ങനെ കുഞ്ഞിലേ തന്നെ വീട്ടിൽ നിന്നും അങ്ങനെ ഒരു പ്രെയർ ലൈഫൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വീട്ടിൽ അമ്മച്ചിയും വലിയമ്മച്ചി അന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചത്. പിന്നെ ഞങ്ങളൊരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ അമ്മച്ചി മരിച്ചുപോയി, അസുഖമായിട്ട് മരിച്ചുപോയി. പിന്നെ ഞങ്ങളെ വളർത്തിയതല്ല ഞങ്ങളുടെ ചാച്ചനായിരുന്നു. വലിയമ്മച്ചി കുറച്ച് നാൾ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലൊരു ചേച്ചിയുണ്ട് ഞങ്ങൾക്ക്. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, അങ്കമാലിയിലാണ് കെട്ടിച്ചേക്കുന്നത്. ഞങ്ങൾ 3 പെൺപിള്ളേരാണ്. അപ്പം അമ്മയില്ലാത്ത ആ സാഹചര്യത്തിൽ ചാച്ചനാണ് ഞങ്ങളെ വളർത്തിയത്. +2 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾ മഠത്തിലേക്ക് പോരാനായിട്ട് ഞങ്ങൾ തീരുമാനമെടുത്തു. ഞങ്ങൾ കമാൻസിക്ക് വന്നു. ചാച്ചന് ഇഷ്ടമായിരുന്നു, താല്പര്യമായിരുന്നു. പിന്നെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്, ഞങ്ങൾ കടവൂർ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞങ്ങളുടെ ഒരു കൂട്ടുകാരി വീട്ടിൽ ചെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ സിസ്റ്റേഴ്സ് ആകാനായിട്ട് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ കൂട്ടുകാരിയുടെ കസിൻസായ സിസ്റ്ററിനോട് പറഞ്ഞു ഞങ്ങളുടെ കൂട്ടുകാരിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ സിസ്റ്റർമാർ വീട്ടിലേക്ക് വരുന്നത് SABS ആയിരുന്നു കേട്ടോ. ഒരു പക്ഷേ മിഷനായിരുന്നു, പഞ്ചാബിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കോൺഗ്രിഗേഷൻ എന്നാന്നോ എങ്ങനെ സിസ്റ്റർമാർ ഉണ്ടെന്നറിയാം, അല്ലാണ്ട് വേറെ കോൺഗ്രിഗേഷൻ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം സിസ്റ്റർമാർ ഞാൻ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഇവിടെയാണ്, പുറത്താണ് വർക്ക് ചെയ്യുന്നത്, ഞങ്ങൾ കൊണ്ടുപോകട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ചാച്ചന് താല്പര്യമില്ല, അകലേക്ക് വിടാൻ വേണ്ടി താല്പര്യമില്ല. അച്ഛനിപ്പോൾ വീട്ടിൽ തന്നെയുള്ളൂ, അമ്മയില്ലല്ലോ. പിന്നെ ഞങ്ങൾ വിടാനായിട്ട് അത്ര ആഗ്രഹം തോന്നിയില്ല. പിന്നെ ഞങ്ങളുടെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട് SH കോൺഗ്രിഗേഷനിലെ, സിസ്റ്റർ ഇമൽഡ എന്ന് പറയും. അപ്പോൾ ആൻറ്റി ഞങ്ങളുടെ ആ കടവൂര് തന്നെ അടുത്ത് ഞാർക്കാട് എന്ന് പറഞ്ഞ് അവിടെ കോൺവെൻറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റിയോട് പറഞ്ഞു ഇങ്ങനെ പിള്ളേർക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് അവിടെ ഒന്ന് കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അങ്ങനെ കമാൻസിക്ക് ഞങ്ങളെ ഒന്ന് കൊണ്ടുവന്നു. വന്നു കഴിഞ്ഞപ്പം എല്ലാവരും കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ ഞങ്ങൾക്ക് പാട്ടൊക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു. കുഞ്ഞിലെ പാട്ട് കേൾക്കാനും ചാച്ചൻ പാട്ടൊക്കെ പിടിക്കുമായിരുന്നു. അപ്പം വന്നു കഴിഞ്ഞപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നായിപ്പോയി. അപ്പോൾ പിന്നെ അവസാനം പാട്ടൊക്കെ ഇഷ്ടമാണ്, വെറുതെ ഒരു പാട്ട് പാടിയേക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പാട്ടൊക്കെ പാടി. അത് കഴിഞ്ഞ് മടത്തി വന്നതിന് ശേഷം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ടെന്ന്, പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും അങ്ങനെ ഒരുപാട് കഴിവുകളുണ്ടെന്ന് മനസ്സിലായത് മടത്തി വന്ന പിന്നെയാണ്. പിന്നെ പഠിക്കുന്ന കാലത്ത് പരീക്ഷയ്ക്കൊക്കെ ആണെങ്കിലും മാർക്കുകളൊക്കെ സെയിമായിരുന്നു. സിസ്റ്റർമാർ പറഞ്ഞ പോലെ തന്നെ ഒരു മാർക്കൊക്കെ 2 മാർക്കിൽ അരമാർക്കിനൊക്കെ ഒത്തിരി വ്യത്യാസം വന്നിട്ടുള്ളൂ. പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട് എന്ത് കാര്യങ്ങളും. ചാച്ചൻ ഇങ്ങനെ ചായക്കടയൊക്കെ നടത്തുമായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂല്ലോ, വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ. അപ്പം എന്ത് വിഷമം വന്നാലും സന്തോഷം വന്നാലും ഞങ്ങൾ ചേച്ചി ഞങ്ങൾ 3ാം ക്ലാസ്സിൽ ഒക്കെ പഠിക്കുമ്പോൾ കെട്ടിച്ചു കല്യാണം കഴിഞ്ഞു. ഞങ്ങൾ 15 വയസ്സ് വ്യത്യാസമുണ്ട്. ഞങ്ങൾ
താമസിച്ചാണ് ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നു വീട്ടിൽ ഫുൾ ടൈം അല്ലേ? പിന്നെ ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ മുതലേ ഞങ്ങളിങ്ങനെ ടീച്ചറായിട്ടൊക്കെ ഒത്തിരി കളിക്കുമായിരുന്നു. പിന്നെ ചാച്ചൻ കടയിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ അമ്മച്ചിയുടെ സാരി അലമാരിന്ന് എടുത്ത് ഞങ്ങൾ സാരി കൊടുത്ത് ചാച്ചനെ കാണാതെ ഉടുക്കും. ടീച്ചറായിട്ടൊക്കെ കളിക്കുമായിരുന്നു. പിന്നെ പൂക്കളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്ന് മാലയൊക്കെ ഉണ്ടാക്കി ഈശോയുടെ തിരുഹൃദയത്തിന് മുൻപിൽ ഇടുവും. അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. പിന്നെ പൂക്കൾ കൊണ്ടൊന്ന് വാസിൻ്റെ അകത്ത് വെക്കും. അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ ദൈവമേ, വലിയ പാവാടയൊക്കെ ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സിസ്റ്റർമാരെ വലിയ ഉടുപ്പൊക്കെ ഇടാൻ, ഒട്ടവാടയൊക്കെ ഇടാനും വലിയ ഉടുപ്പിടണം, സാരി ഉടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒക്കെ അങ്ങനെ കാണുമ്പോൾ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെ ഇപ്പം യാഥാർത്ഥ്യമായി എന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലാവുകയാണ്. അതെ. എന്തായാലും ഇവർ രണ്ടുപേരും വന്നപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കണ്ണട രണ്ടുപേരും വെച്ചില്ല ഇവർ വെച്ച പോലെ. എന്തായാലും ഞങ്ങൾ സന്യാസ പരിശീലനത്തിൻ്റെ ഇടയ്ക്ക് സിസ്റ്റേഴ്സ് മാറിപ്പോകുമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ പോസ്റ്റലൻസി എന്ന് പറയും. ആ സമയത്ത് ആ കാലഘട്ടത്തിൽ സിസ്റ്റേഴ്സ് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ഹെയർ സ്റ്റൈലൊക്കെ ഒരുപോലെയായിരുന്നു, അങ്ങനെ ഈരുവളായിരുന്നു. ഇപ്പം അങ്ങനെ അവർ വ്യത്യാസപ്പെടുത്തിയതാണ്. അവർക്ക് മനസ്സിലാവാത്തത് അന്ന് മുതലാണ് ഇങ്ങനെ രണ്ടായിട്ട് ചെയ്യാനായിട്ട്. അല്ലല്ല, ഞങ്ങൾ 2 സ്ഥലത്തായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ആകെ ഒരു വർഷം കണ്ട ഇപ്പം ഒന്നിച്ചാണ്. പിന്നെ ഒരു വർഷം ഒന്നിച്ചുണ്ടായിരുന്നു. പിന്നത്തെ ഞങ്ങളെല്ലാം 2 കോൺവെന്റുകളിലായിരുന്നു. പഠിച്ചതെല്ലാം ഒരുപോലെയായിരുന്നു. പഠിക്കുന്നവർക്കൊക്കെ എപ്പോഴും ചാച്ചിന് മാറിപ്പോവാറുണ്ട്. ചേച്ചിക്ക് ചിലപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ ചേച്ചിക്ക് പെട്ടെന്ന് ടീനയാണോ റീനയാണോന്ന് ചിലപ്പോൾ പെട്ടെന്ന് സൗണ്ട് ഇച്ചിരി വ്യത്യാസം വന്നു. ചാച്ചിന് ഇപ്പം ചാടിക്ക് മാറിപ്പോവാറുണ്ട്. നമുക്ക് മാറിപ്പോകുന്ന അത്ഭുതം. പിന്നെ സ്ഥിരം കാണുന്നവർക്ക് കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. പിന്നെ കണ്ണാടിയും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ ആ മുടിയുടെ ഇതൊക്കെ മാറ്റിയതുകൊണ്ട് കുഴപ്പമുണ്ടാവുന്നില്ല. ഇവരൊന്നും പിന്നെ ആ സംഭവം ഒന്നും ചെയ്തില്ല. ഇവര് നമ്മളെ പറ്റിക്കാനായിട്ട് നിൽക്കുന്നു. പിന്നെ ഞങ്ങളുടെ സന്യാസി സ്ഥാപകൻ ധന്യൻ കദളിക്കാട്ടിൻ മത്തായച്ചനാണ്. അപ്പം ആൻറ്റി ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ കാണാനൊക്കെ ആയിട്ട് വരുമ്പോൾ ആൻറ്റി പടം കൊണ്ടൊക്കെയാണ് വന്നെ പ്രാർത്ഥന. പക്ഷെ അന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഇങ്ങനെ ഞങ്ങളുടെ ഇങ്ങനെ തിരുഗതിയ സന്യാസി സമൂഹം സ്ഥാപിച്ച സ്ഥാപകനാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ ആ പ്രയറൊക്കെ ഇങ്ങനെ വെറുതെ വായിച്ചു നോക്കുമായിരുന്നു, പടം കാണുകയൊക്കെ ചെയ്യായിരുന്നു. പിന്നീടാണ് നിങ്ങൾ കോൺഗ്രസിൽ വന്നതിന് ശേഷമാണ് ഇത് സ്ഥാപിച്ചതെന്നുള്ളൊരു ചിന്ത വന്നത്. അപ്പോൾ അന്ന് തൊട്ട് ദൈവം തീരുമാനിച്ചിരുന്നു അല്ലേ? പിന്നെ വീട്ടിലെ തിരുഹൃദയത്തിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു. അത് ചാച്ച ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ അലങ്കരിച്ച് വെക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി എന്നും ഇങ്ങനെ ഈ അലഞ്ഞിപ്പൂവൊക്കെ കോർത്ത് വയ്ക്കും, മുല്ലപ്പൂ കൊണ്ടുപോയി ഇടും. അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈശോ തിരുഹൃദയത്തിൻ്റെ ആ ഒരു കോൺഗ്രസിലേക്കാണ് മറ്റുള്ളവരെ സഹായിക്കണം, അവരോട് കരുണ കാണിക്കണം, സ്നേഹം പകർന്നു കൊടുക്കണം. അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലായി നമ്മുടെ ജൂലി ഗ്രേസ് സിസ്റ്ററും ഷൈനി ഗ്രേസ് സിസ്റ്ററും നന്നായിട്ട് പാടുമെന്ന്. അവർക്ക് ജീവിതത്തിൽ മൊത്തം ഈശോയെ പാടി സ്തുതിക്കാനാണ് ആഗ്രഹം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവരുടെ ഒരു പാട്ട് കേട്ടിട്ട് തീർച്ചയായിട്ടും ഇത്ര നേരം നമ്മൾ സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. ഇനി ഒരു പാട്ടാവാം. റെഡിയല്ലേ സിസ്റ്ററെ പാടാൻ? മിഴിയടച്ചാൽ മനസ്സിലങ്ങേ സുന്ദര രൂപം തെളിയും നീശോ, അതു പകരും നിത്യവിസ്മയം അവർണ്ണനീയം. എൻ്റെ ആത്മം തേടുമാശ്വാസം ചൊരിഞ്ഞിടുവാനേശുവേ നീ മാത്രം. മിഴിയടച്ചാൽ മനസ്സിലങ്ങി
സുന്ദരരൂപം തെളിയും നീശോ. നിന്റെ മൊഴികൾ എൻ്റെ വഴിയിൽ രക്ഷ തൻ ദീപം. നിന്റെ മാനസ വിനയഭാവം എന്നുമെൻ പാഠം. നിന്റെ മൊഴികൾ എൻ്റെ വഴിയിൽ രക്ഷ തൻ ദീപം. നിന്റെ മാനസ വിനയഭാവം എന്നുമെൻ പാഠം. നിൻ ശരീര രക്തമെൻ്റെ ജീവനാധാരം. നിന്റെ സ്നേഹം കൊണ്ടു നിറയാൻ എന്നുമെൻ ദാഹം. മിഴിയടച്ചാൽ മനസ്സിലങ്ങെ സുന്ദരരൂപം തെളിയും നീശോ. അതു പകരം നിത്യവിസ്മയമവർണ്ണനീയം. എൻ്റെ ആത്മം തേടുമാശ്വാസം ചൊരിഞ്ഞിടുവാനേശുവേ നീ മാത്രം. മിഴിയടച്ചാൽ മനസ്സിലങ്ങെ സുന്ദരരൂപം തെളിയും നീശോ. സഹനദാസനായി വന്ന നിന്റെ ആ ചിത്രം കുരിശിലാത്മബലിയാകും നിന്റെ ആരൂപം. സഹനദാസനായി വന്ന നിന്റെ ആ ചിത്രം കുരിശിലാത്മബലിയാകും നിന്റെ ആരൂപം. ശത്രുവിനു മാപ്പു നൽകും നിന്റെ ആ വാക്യം. എൻ്റെ ചിന്തയിലൊതുങ്ങാത്ത ദിവ്യ സന്ദേശം. മിഴിയടച്ചാൽ മനസ്സിലങ്ങെ സുന്ദരരൂപം തെളിയും നീശോ. അതു പകരം നിത്യവിസ്മയമവർണ്ണനീയം. എൻ്റെ ആത്മം തേടുമാശ്വാസം ചൊരിഞ്ഞിടുവാനേശുവേ നീ മാത്രം. മിഴിയടച്ചാൽ മനസ്സിലങ്ങെ സുന്ദരരൂപം തെളിയും നീശോ.